26 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് 1988 പെരിനാറ്റൽ ഡിപ്രഷൻ, സൈക്കോസിസ് എന്നീ രോഗത്തെക്കുറിച്ച് കേരള പോലീസിന്, ജുഡീഷ്യറിക്ക്, ലെജിസ്ലേച്ചറിന്, മാധ്യമങ്ങൾക്ക് ഒപ്പം ജനങ്ങൾക്കും കൃത്യമായ ദിശാബോധവും അവബോധവും നൽകേണ്ട കേസായിരുന്നു പി.ജി. ഉഷ വർക്കി കേസ്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളൊന്നും തന്നെ അന്ന് ആ രോഗത്തെ അഡ്രസ്സ് ചെയ്തതേയില്ല. അത് മനഃപൂർവ്വമായിരുന്നു എന്നാണ് അക്കാലത്ത് പിച്ച വെച്ച് നടന്നിരുന്ന ഞാൻ ഇക്കാലത്ത് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. കാരണം അന്ന് ആ കേസിനെ ആസ്പദമാക്കി എന്തെങ്കിലും ഒരു നിയമനിർമ്മാണം നടന്നിരുന്നുവെങ്കിൽ നമ്മുടെ അമ്മമാരെ ജയിലിൽ അയക്കാതെ മികച്ച ചികിത്സയെങ്കിലും ഉറപ്പുവരുത്തുമായിരുന്നു. ഓർമ്മകൾക്ക് മരണമില്ല. പ്രിയപ്പെട്ടവരുടെ ദുർമരണത്തിൽ മനസ്സാ വാചാ കർമ്മണ പോലും പങ്കാളിത്തമില്ലാത്തവർക്ക് പ്രത്യേകിച്ചും. പെരിനാറ്റൽ ഡിപ്രഷൻ, സൈക്കോസിസ് കേസുകളെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കിടയിലാണ് ഒരു സുഹൃത്ത് തൻ്റെ മേലുദ്യോഗസ്ഥനായിരുന്ന ജില്ലാ കലക്ടർ പറഞ്ഞ സംഭവകഥ പങ്കുവച്ചത്. ഇപ്പോൾ വിശ്രമജീവിതം നയിക്കുന്ന IAS-കാരനെ ഫോണിൽ ലഭ്യമായെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ആകെ അവശേഷിക്കുന്നത് ദമ്പതികളിലെ ഒരാൾ തൃശൂരിലെ മണ്ണുത്തിയിലും ഒരാൾ പീച്ചിയിലും ഉന്നത ഉദ്യോഗസ്ഥർ ആയിരുന്നുവെന്നാണ്. ഈ 2 സ്ഥാപനങ്ങളിലും 2 പോലീസ് സ്റ്റേഷനുകളിലും അന്വേഷിച്ചുവെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. ഞാൻ നേരിട്ട പ്രധാന പ്രതിസന്ധി 1980-കളിൽ കഴിഞ്ഞ സംഭവത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലുമുള്ളവർ ഇന്നില്ല എന്നതായിരുന്നു. ഏറെക്കാലത്തെ അന്വേഷണത്തിനൊടുവിലാണ് കേസിന്റെ രേഖകൾ തൃശൂരിൽ നിന്നും കണ്ടെത്തിയത്. അതിലൂടെ മേൽവിലാസക്കാരനെ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ബാധിച്ചു ഭാര്യ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതിയെന്ന് പോലീസും കീഴ്ക്കോടതികളും ആരോപിച്ച ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ തുടർന്നുണ്ടായ ആത്മഹത്യ എന്ന രീതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ പീച്ചി പോലീസ് സ്റ്റേഷന് കീഴിലാണ്. 1988 മാർച്ച് 5-നായിരുന്നു ആ സംഭവം. അന്ന് ആത്മഹത്യ ചെയ്ത ഉഷ വർക്കി എന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഭർത്താവ് അഗസ്റ്റിൻ ആന്റണിയെ ഞങ്ങൾ കണ്ടെത്തി. 1983 ഏപ്രിൽ 10 കൊല്ലം കോട്ടപ്പുറം മുളവനയിലെ 3-ാം കിഴക്കേതിൽ വീട്ടിൽ അഗസ്റ്റിൻ ആന്റണിയും കടപ്പാക്കട പുത്തൂട്ടിൽ വീട്ടിൽ ഉഷ വർക്കിയും തമ്മിൽ ഭാരതി രജനി ചർച്ചിൽ വെച്ച് വിവാഹിതരായി. വിവാഹ സമയം അഗസ്റ്റിൻ ആന്റണി തൃശൂർ മണ്ണുത്തി കാർഷിക കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറും ഉഷ വർക്കി പീച്ചി എഞ്ചിനീയറിംഗ് ഗവേഷണ സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുമായിരുന്നു. അവരവരുടെ ജോലികളിൽ മിട്ടുമിടുക്കരായ 2 പേർക്കും 2 കുഞ്ഞുങ്ങൾ പിറന്നു. പക്ഷേ ആദ്യത്തെ കുഞ്ഞിന് 3 വയസ്സും രണ്ടാമത്തെ കുഞ്ഞിന് 4 മാസവും പ്രായമുള്ളപ്പോൾ സന്തോഷകരമായ ദാമ്പത്യത്തിന് തിരശ്ശീല വീണു. വിവാഹത്തിന്റെ 5-ാം വർഷത്തിൽ 1988 മാർച്ച് 5-ന് ഉഷ വർക്കി പീച്ചിയിലെ ക്വാർട്ടേഴ്സിൽ വെച്ച് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്തു. പീച്ചി പോലീസ് കേസെടുത്തു. വകുപ്പുകൾ 174 ആൾട്ടേഡ് 304B 498A IPC 34 എന്നീ കുറ്റങ്ങൾ ചുമത്തി ഭർത്താവ് അഗസ്റ്റിൻ ആന്റണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1980-കളുടെ അവസാനത്തിൽ കേരളത്തിലെ പത്രമാധ്യമങ്ങളെല്ലാം വൻ വാർത്താ പ്രാധാന്യത്തോടെ ആ ആത്മഹത്യയെ മാസങ്ങളോളം പിന്തുടർന്നു. 1988 ജൂലൈ 3-ന് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ തൃശൂർ JFCM 2 അഗസ്റ്റിൻ ആന്റണിയെ വിചാരണ തടവുകാരനായി വിയൂർ സെൻട്രൽ ജയിലിലടച്ചു. തുടർന്ന് കാർഷിക സർവകലാശാല ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ജീവിതത്തിലെ അപ്രതീക്ഷിത തിരിച്ചടികളിൽ പക്ഷേ അടിപതറാതെ മുന്നോട്ടു പോയ അഗസ്റ്റിൻ ആന്റണി തന്റെ ഗവേഷണം തുടർന്നു. ഒപ്പം ഹൈക്കോടതിയെയും സമീപിച്ചു. കാരണം ജീവിതത്തിലെ ഒരു നിമിഷത്തിൽ പോലും ഭാര്യയായിരുന്ന ഉഷയോട് മോശമായി പെരുമാറാത്ത തന്നെ എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ജയിലിലടച്ചത് എന്നറിയണം. ഒപ്പം ഭാര്യയ്ക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകിയിട്ടും എന്തിനാണ് പോലീസ് തന്നെ പിന്തുടർന്ന് വേട്ടയാടി വ്യാജ തെളിവുകളുണ്ടാക്കി ജീവിതം നശിപ്പിച്ചത് എന്നും. കേസ് ഹൈക്കോടതിയിലെത്തി. വാദം തുടങ്ങിയപ്പോൾ കേസിന്റെ ഗതി മാറ്റിക്കൊണ്ട് ഉഷ വർക്കിയെ ചികിത്സിച്ചിരുന്ന തൃശൂരിലെ ഡോക്ടറെ ഹൈക്കോടതി വിസ്തരിച്ചു. എന്നിട്ടും തൃപ്തിയാകാത്ത കോടതി അന്ന് കോഴിക്കോട് കുതിരവട്ടത്തെ പ്രശസ്ത മാനസികാരോഗ്യ വിദഗ്ധനായിരുന്ന ഡോക്ടർ വിജയനോട് സെക്കൻഡ് എക്സ്പെർട്ട് ഒപ്പീനിയൻ തേടി. ഉഷ വിഷാദരോഗിയായിരുന്നുവെന്നും അവർക്ക് പ്രസവശേഷം സ്ത്രീകളിൽ സംഭവിക്കുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന അവസ്ഥയുണ്ടായിരുന്നുവെന്നും ഡോക്ടർ വിജയൻ നിർണായക മൊഴി നൽകി. കൂടെ ഉഷ കഴിച്ചിരുന്ന മരുന്നുകളുടെ കുറിപ്പും തെളിവായി നൽകി. ഇതേ തുടർന്ന് സാക്ഷാൽ കേരള ഹൈക്കോടതി പോലീസിന്റെ അന്വേഷണം പിഴച്ചുവെന്നും വ്യാജ FIR റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചരിത്രപരമായ ഒരു വിധിയെഴുതി ഡോക്ടർ അഗസ്റ്റിൻ ആന്റണിയെ വെറുതെ വിട്ടു.
തുടർന്ന് കാർഷിക സർവകലാശാല സസ്പെൻഷൻ പിൻവലിച്ചു. അക്കാലത്ത് താൻ കടന്നുപോയ ദാരുണമായ ദുരനുഭവങ്ങളെയെല്ലാം സധൈര്യം നേരിട്ട 36-കാരനായ ഡോക്ടർ അഗസ്റ്റിൻ ആന്റണി ഇപ്പോൾ തൃശൂർ അഞ്ചേരിയിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ്. വയസ്സ് 72ആയി. ഭാര്യ ഉഷ ആത്മഹത്യ ചെയ്യുമ്പോൾ 4 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞ് ഇപ്പോൾ കുടുംബസമേതം മംഗലാപുരത്താണ്. പോലീസ് എഴുതി പിടിപ്പിച്ച കള്ളക്കഥകൾ പൊളിച്ചടുക്കിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ജയിലിനകത്തും പുറത്തും ഇരുളടഞ്ഞു പോകുമായിരുന്ന ജീവിതം. ആ കേസിന്റെ യാഥാർത്ഥ്യം എന്തായിരുന്നുവെന്നും ഉഷയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും 36 കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായി ഡോക്ടർ അഗസ്റ്റിൻ ആന്റണി ന്യൂസ് മലയാളത്തിലൂടെ തുറന്നു പറയുന്നു. അവൾക്ക് നേരത്തെ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. യു ആർ റൈറ്റ്. ആദ്യത്തെ പ്രസവം കഴിഞ്ഞപ്പോഴേ കാണാൻ തുടങ്ങി. ഡിപ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിപ്രഷനായിട്ടല്ലല്ലോ കാണുന്നത്. അത് ഓർത്തെടുക്കുകയാണ്. ഓർത്തെടുക്കുകയും ഡോക്ടർക്ക് ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ അറിയുന്നത്. അപ്പോൾ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് തൃശ്ശൂരുള്ള ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ അവൾ ഒരു ഇതുമില്ല, ഒരു രോഗത്തിൻ്റെ ലക്ഷണമോ എങ്കിൽ രോഗമില്ലാത്തതൊന്നുമില്ല. നനഞ്ഞിരിക്കുന്ന ആളിന് നനഞ്ഞതിനെ പറ്റി ബോധമില്ല. ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവർക്ക് ഡിപ്രഷൻ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അടുത്തിരുമ്പോൾ കണ്ണുനീര് വരുന്നതാണ്. ഞാനില്ലേ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ അത് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ പോവും. അയാൾ അങ്ങനെ പറഞ്ഞു. ഇത്രയും മാത്രമേ എനിക്കറിയാവൂ. ഡയറി എഴുത്ത് ശീലമുണ്ടായിരുന്ന ഉഷ വർക്കിയുടെ ഡയറികളെല്ലാം അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ജില്ലാ പോലീസ് മേധാവി അടിച്ചുമാറ്റിയിരുന്നു. അക്കാലം അത്രയും അഗസ്റ്റിൻ ആന്റണിക്കെതിരായ എല്ലാ തെളിവുകളും ഈ ഡയറിക്കകത്തുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരന്തരവാദം. ഒടുവിൽ പോലീസ് തെറ്റായി വ്യാഖ്യാനിച്ചതെല്ലാം ഹൈക്കോടതി ശരിക്കും വായിച്ചു കേൾപ്പിച്ചുവത്രേ. ഭാഗ്യത്തിന് എല്ലാ കേസിലും പെണ്ണ് കേസിന് ശിക്ഷിക്കുന്ന അങ്ങനെ ജഡ്ജിയുടെ പേര് പറഞ്ഞു. അയാളുടെ വഴിക്ക് പോയ പോക്കാണെന്ന് എല്ലാവരും എഴുതി തള്ളിയതാണ്. അയാൾ എന്നെ വെറുതെ വിട്ടു. പെരിനാട്ടൽ കേസുകളിൽ ഇന്നത്തെ പോലെ അന്നും ശാസ്ത്രീയ പരിശോധനകളിൽ കേരള പോലീസിന് താല്പര്യമില്ലായിരുന്നുവെന്നാണ് ഡോക്ടർ അഗസ്റ്റിൻ ആന്റണിയുടെ ജീവിതം നമ്മോട് പറയുന്നത്. എങ്ങനെയെങ്കിലും പ്രതിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ച് അകത്തിട്ടാൽ പണി പാതി കഴിഞ്ഞുവെന്നാണ് ധാരണ. അത്തരം തെറ്റിദ്ധാരണകളെ തിരുത്താൻ ഡോക്ടർ അഗസ്റ്റിൻ ആന്റണിക്ക് കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം എന്താകുമായിരുന്നുവെന്ന് ഊഹിക്കാനാകില്ല. അതെ, കേരള പോലീസ് വൈക്കോൽ കൂന പോലെ നിരത്തി അടുക്കി വെച്ച അസത്യത്തിന് കേരള ഹൈക്കോടതി തീ വെച്ചിട്ട് 36 കൊല്ലം കഴിഞ്ഞിട്ടും അനക്കമില്ലാത്തവരെ ആരനക്കും? പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ സ്വയം വേദനിച്ചു വെന്തിരിഞ്ഞു തീർന്ന ജീവിതം. ഉഷ കുളി കഴിഞ്ഞാലും തോർത്താതെ ബെഡ്റൂമിൽ തന്നെ നനഞ്ഞിരിക്കുന്നത്. മൂത്ത കുട്ടി മേശക്കടിയിലും മറ്റും കിടന്നുറങ്ങുന്നത് അറിയാതെ പോകുന്നത്. രാത്രികാലങ്ങളിൽ എത്ര ചോദിച്ചാലും മറുപടിയില്ലാത്ത എന്തിനെന്നില്ലാത്ത ഏങ്ങിക്കരച്ചിലുകൾ തുടങ്ങിയവയെല്ലാം ഇന്നലെ എന്ന പോലെ അഗസ്റ്റിൻ ആന്റണിയുടെ ഫ്രെയിമുകളിൽ മാറി മറിഞ്ഞു പോയി. ഒപ്പം ഉഷയുടെ ഊഷ്മളമാർന്ന ഓർമ്മകളും. വാക്കുകൾ പലപ്പോഴും പകുതിയിൽ പതറിപ്പോയി. എങ്കിലും ക്ഷമയോടെ എല്ലാം ഓർത്തെടുത്ത് കോർത്തിണക്കി. ഒരു ദിവസം വൈകിട്ട് വന്നപ്പം അവൾ കസേരയിരിക്കുന്നു, ചെറുക്കൻ അവളുടെ കസേരയുടെ താഴെ കിടന്നുറങ്ങുന്നു. അവളറിഞ്ഞില്ല. ഞാൻ പറയുമ്പോഴാ ഇതെന്ത് കൊച്ചുവിടെ കിടന്നുറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ എടുത്ത് കട്ടിലേക്ക് കൊണ്ട് കിടത്തി. അങ്ങനെ അപ്പോഴത്തെ അവൾ അവിടെ ഇരുന്നുകൊണ്ട് ബ്രൂഡ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ എനിക്ക് അത് പിന്നീട് ഞാൻ അതിനെപ്പറ്റി പറയുന്നത് ഓർത്തെടുക്കും. പിന്നീട് നിങ്ങൾ പറയുന്നത് നോക്കി ഓർത്തു. ഞാൻ സയൻറ്റിഫിക്കായിട്ട് മെഡിക്കൽ സൈഡും എല്ലാം ഒക്കെ നോക്കി. ഉഷ മരിച്ച് 6 വർഷങ്ങൾക്ക് ശേഷം പുനർവിവാഹം കഴിച്ച ജോളിയാണ് ഇപ്പോൾ കൂട്ട്. അന്നത്തെ 2 കുഞ്ഞുങ്ങളും വലിയ ഉദ്യോഗസ്ഥരായി. ഉഷയ്ക്കൊപ്പമുണ്ടായിരുന്ന എല്ലാ നല്ല നിമിഷങ്ങളുടെയും ചിത്രങ്ങൾ ഒരു പോറൽ പോലുമില്ലാതെ ഇന്നും അഗസ്റ്റിൻ ആന്റണി സൂക്ഷിച്ചിരിക്കുന്നു.
2024 വിഷാദരോഗമാണെന്ന് തിരിച്ചറിയാത്ത ചികിത്സ ലഭിക്കാതെ പോകുന്നവരുടെ നാട്ടിൽ 1980-കളിൽ തന്നെ ഭാര്യയുടെ മനപ്രയാസം കണ്ട് ഡോക്ടറെ കാണിച്ച അഗസ്റ്റിൻ ആന്റണി. കേസിൽ ഡോക്ടർ സാക്ഷിയല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഭാവി എന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു മറുപടി. പക്ഷേ എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം അതിജീവിക്കാൻ ദൈവതമ്പുരാൻ എന്നെ സഹായിച്ചു. ആ വിഷമം ഞാൻ അതിജീവിച്ചത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എടുത്തു. എല്ലാം എൻ്റെ ദൈവവിശ്വാസമാണ് എന്നെ ഈ നിലയിലെത്തി കേട്ടോ. എന്നിട്ടും തനിക്ക് ഉഷയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നത് ഇപ്പോഴും തീരാവേദനയായി രാത്രികളിൽ അലട്ടാറുണ്ടെന്ന് അഗസ്റ്റിൻ ആന്റണി പറഞ്ഞു നിർത്തി. ഉഷയ്ക്ക് വിഷാദരോഗമുണ്ടായിരുന്നുവെന്ന് വിദഗ്ധ മൊഴി നൽകിയ കുതിരവട്ടത്തെ പ്രസിദ്ധ മാനസികാരോഗ്യ വിദഗ്ധനായിരുന്ന ഡോക്ടർ വിജയന്റെ ഒരൊറ്റ മൊഴിയുടെ പുറത്താണ് ഡോക്ടർ അഗസ്റ്റിൻ ആന്റണി ഇന്നും പുറത്ത് ജീവിക്കുന്നത്. ചരിത്രപരമായ ആ സുപ്രധാന വിധി എഴുതിയത് ജസ്റ്റിസുമാരായ KT തോമസും ഷംസുദ്ദീനുമാണ്. പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന MM മാത്യുവും വാദപ്രതിവാദ അഭിഭാഷകരായിരുന്ന അഡ്വക്കേറ്റ് വീരേന്ദ്ര മേനോനും അഡ്വക്കേറ്റ് TV പ്രഭാകരനും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ദീർഘവീക്ഷണവും ക്രാന്തദർശനവും നിറഞ്ഞ ആ സുപ്രധാന വിധി ഇന്നും ചരിത്രത്തിൽ ഉറങ്ങുന്നു. അഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷംസുദ്ദീനോടൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം, തൃശൂർ.